ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. പൊതുവെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഭാഗ്യ താരകങ്ങളുടെ സ്ഥിതികളൊക്കെ ഒരുവിധം അനുകൂലമാണ്. അതുകൊണ്ട് കർമ്മരംഗത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയും ഈ 2 മാസങ്ങളിലുണ്ട്. നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ട് ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. ക്രയവിക്രയങ്ങളിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നാൽ ഊഹക്കച്ചവടം, അതായത് ഷെയർ മാർക്കറ്റ് ബിസിനസ്സോ ഊഹാപോഹങ്ങൾ വെച്ചിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നഷ്ടം കാണുന്നു. കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ പൊതുജന മധ്യത്തിലേക്ക് ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടാകുന്നതാണ്. മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങളെയോ ബന്ധുക്കളെയോ ഒക്കെ തമ്മിൽ അകറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ്. അന്യാധീനമായിരുന്ന കൃഷിഭൂമികളൊക്കെ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കില്ല. ദമ്പതി ഭാവത്തിൽ ഇത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചെറിയൊരു വിള്ളലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഈ സമയത്ത് ഉണ്ടാവും. കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണാൻ നിങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കും. ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദോഷഫലം ചെയ്യും. നിങ്ങളുടെ യാത്രകൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമൊന്നും ഈ സമയത്ത് ഉണ്ടാവുകയില്ല. സ്ത്രീകളോട് കാണിക്കുന്ന അടുപ്പം ചില അപവാദങ്ങളൊക്കെ വരുത്തി വെക്കാനുള്ള സാധ്യതയും കാണുന്നു. വ്യാപാരികൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് ഗുണകരം തന്നെയാണ്. നിങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായി അഭിപ്രായം പറയാൻ പോകരുത്. അങ്ങനെ പോകുന്നത് വിനയഭവിക്കും. അതുപോലെ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്നവർക്കൊക്കെ അതൊക്കെ സത്യമാവുന്ന സമയമാണ്. അതിനൊന്ന് അറിഞ്ഞ് പ്രയത്നിച്ചാൽ വിദേശ ജോലി എന്നുള്ള സ്വപ്നം പൂർണ്ണമാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നത്. ആവശ്യമില്ലാതെ ചെന്നതിലൊന്നും വീഴരുത്. ദയവായി ആവശ്യമില്ലാതെ നമ്മുടേതല്ലാതെ ബാധ്യതകൾ അറിഞ്ഞോ അറിയാതെയോ ഏറ്റെടുക്കരുത്. വിവാഹ ചിന്തനം നടന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. ആഗ്രഹിച്ച ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ മെയ് ജൂൺ മാസം. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണഭാവമൊക്കെ ഉള്ള സമയമാണ്. ചില ദോഷഫലങ്ങൾ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമോ മഹാവിഷ്ണു ക്ഷേത്രമോ ഒക്കെ ദർശിക്കുന്നത് ഗുണകരമായിരിക്കും. ഭഗവാന് വ്യാഴാഴ്ചയാണെങ്കിലും മഞ്ഞപ്പട്ട് ഉടയാട സമർപ്പിക്കുക, മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുക, വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, അതുപോലെ അന്നദാനം നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ബുധനാഴ്ചയാണെങ്കിൽ പാലഭിഷേകം നടത്തുക, മുഴുക്കാപ്പ് ചാർത്തുക, തുളസിമാല സമർപ്പിക്കുക. ഒന്നുമില്ലെങ്കിൽ മഞ്ചാടിക്കുരുവോ മുന്നിക്കുരുവോ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. കഴിയാവുന്നത്ര ദിവസങ്ങൾ പോയി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക. വെറും കൈയോടെയാണെങ്കിലും കുഴപ്പമില്ല. പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാൻ കേൾക്കും. ഫലം തീർച്ചയായിട്ടും ഭഗവാൻ തരും. എല്ലാ വിഷമങ്ങളും ഭഗവാൻ അകറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.